ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണെങ്കിൽ കനക ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുക. നീ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം തിന്നണമെന്ന് മോൾക്ക് ആഗ്രഹം തോന്നിയ പിന്നെ എന്ത് ചെയ്യും? നിനക്കൊന്നും ഇങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ പോരെ? നിനക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ, നീ എന്നെക്കാളും നന്നായിട്ട് ഉണ്ടാക്കുമല്ലോ എന്നും ജലജ ചോദിക്കുക. എന്തൊക്കെ പറഞ്ഞിട്ടും എന്താ ജലജ കാര്യം? ഗർഭിണിയല്ലേ, അവൾക്ക് നീ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സത്യം പറയാമല്ലോ, എനിക്ക് കുശുമ്പൊന്നുമില്ല. എൻ്റെ മോള് നന്നായിട്ട് ആഹാരം കഴിക്കണം, അത്രയേ ഉള്ളൂ. നിന്നെ സമ്മതിക്കണം കേട്ടോ. എത്ര പെട്ടെന്നാ എൻ്റെ മോളുടെ മനസ്സിൽ നീ കയറിപ്പറ്റിയത്. അവളെ സാധാരണക്കാരിയൊന്നുമല്ല. അത്ര പെട്ടെന്നൊന്നും ആരും ഉണ്ടാക്കുന്ന ഭക്ഷണം അവൾക്ക് പിടിക്കില്ല. എന്നാൽ നീ ഉണ്ടാക്കിയ ഭക്ഷണം ഇത്ര പെട്ടെന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ മിടുക്കിയ ജലജെ എന്നൊക്കെ പറയാ. നീ ഒന്നും ഉണ്ടാക്കുന്നില്ല, എന്നെ സഹായിക്കുന്നില്ല, പിന്നെ എന്തിനാ നീ ഇവിടെ ഇരിക്കുന്നേ? എന്നാ പിന്നെ നിനക്ക് അപ്പുറത്തെങ്ങാനും പോയിരുന്നൂടെ? അയ്യടാ, എനിക്കിവിടെ ഇരുന്നേ പറ്റൂ. എന്താണെന്നറിയാമോ, നിന്നെ എനിക്ക് വിശ്വാസമില്ല. എൻ്റെ മോളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ നീയും അനാമികയും അവളുടെ അമ്മായിയമ്മയും കൂടെ ചേർന്ന് ഓരോന്നും ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും എനിക്കത് മറക്കാൻ പറ്റില്ല. ഞാനെങ്ങാനും ഇവിടെ നിന്ന് മാറിയാലേ നീ ചിലപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ കലർത്തും. അതുകൊണ്ട് ഞാനൊന്നും മാറാതെ നിൽക്കുന്നേ. എന്തായാലും ഉണ്ടാക്ക്, നല്ലോണം ഉണ്ടാക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക ജലജയായിട്ട് പൊളിച്ചെടുക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് നവ്യയാണ് കാണിക്കുന്നത്. നവ്യ മുറിയിൽ ഇങ്ങനെ ഇരിക്കുക. നല്ല സന്തോഷത്തോടെ നവ്യ ഇരിക്കുന്നേ. അമ്മായി അമ്മയ്ക്ക് 16ൻ്റെ പണി കൊടുത്ത് സന്തോഷം. ഉണ്ടാക്കട്ടെ, ഉണ്ണിയപ്പം നന്നായിട്ട് ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജലജ ഉണ്ണിയപ്പമായിട്ട് വരിക. എന്നാ ഉണ്ണിയപ്പം. ഇത്ര പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയോ? ഇനി ഇത് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് ചൂടാക്കി കൊണ്ടുവന്നൊന്നുമല്ലല്ലോ. നീ വേണമെങ്കിൽ അടുക്കളയിൽ ചെന്ന് നോക്ക്, ഇപ്പോഴും ഉണ്ണിയപ്പത്തിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നതാ. അത് കേട്ടതും എനിക്ക് അമ്മായിയമ്മയെ തീരെ വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും നമ്മുടെ ജലജ എന്നാ കഴിക്ക്, എനിക്ക് ഉണ്ണിയപ്പം തിന്നാനുള്ള മൂഡ് പോയി അമ്മേ. നീ പറഞ്ഞിട്ടല്ലേടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്, എന്നിട്ട് മൂഡ് പോയിന്നോ? അതല്ലമ്മേ, അമ്മയെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ണിയപ്പം കഴിക്കണമെന്ന്. ഇപ്പോൾ ആഗ്രഹം അങ്ങ് പോയി. പിന്നെ നീ എന്തിനാ എന്നെ ഇത്രയും ബുദ്ധിമുട്ടിച്ചത്? അത് സാരില്ല, മരുമകളെ അമ്മായി അമ്മ കണ്ട് ഇത്ര സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നത് നല്ലതാ. എന്നാലേ അമ്മേ, എനിക്ക് കാല് നല്ല വേദനയുണ്ട്, കാലൊന്ന് അമർത്തി തരാവോ? ഔവാടി, നിന്റെ കാലും കൂടെ ഞാൻ അമർത്തി തരായിനി. അതിനു വേണ്ടിയാണല്ലോ ഞാനിവിടെ വന്നേക്കുന്നത്. നിങ്ങൾ അമർത്തും, നിങ്ങൾ എൻ്റെ കാല് നന്നായിട്ട് അമർത്തും, മര്യാദയ്ക്ക് അമർത്തിത്താ എന്നും നവ്യ പറയാ. അത് കേട്ടത് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, ഇവിടെ വന്ന് നിനക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തന്നതന്നെ വലിയ കാര്യം, ഇനി കാലും കൂടെ അമർത്തി തരേണ്ട കുറവേ ഉള്ളൂ. നിങ്ങൾ അമർത്തും അമ്മേ. നിങ്ങൾ അമർത്തിയില്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ മുത്തശ്ശനെ വിളിക്കും, എന്നിട്ട് എല്ലാ വീഡിയോസും ഞാൻ മുത്തശ്ശന് അയച്ചു കൊടുക്കും. നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണോ? അതെന്ന് എന്നെ കൂട്ടിക്കോ. നിങ്ങളുടെ സ്വഭാവമേ അത്രയ്ക്ക് ശരിയല്ല. ഒരുപാട് ക്രൂരതയാണ് നിങ്ങൾ എന്നോട് ചെയ്തിട്ടുള്ളത്. എന്നോട് മാത്രമല്ല, എൻ്റെ അനിയത്തിയോടും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ അത്ര പെട്ടെന്നൊന്നും വെറുതെ വിടാൻ കഴിയില്ല. അനന്തപുരിയിൽ നിങ്ങൾക്ക് കിട്ടിയ ഔദാര്യം മാത്രമാണ് അവിടെയുള്ള ജീവിതം. എന്നിട്ടും നിങ്ങൾ നന്നായില്ല. നിങ്ങൾക്കൊന്നും നന്നാവായിരുന്നല്ലോ. നല്ലൊരു അമ്മായിയമ്മയായി, നല്ലൊരു അമ്മയായി, നല്ലൊരു കുടുംബിനിയായി അവിടെ കഴിഞ്ഞിരുന്നെങ്കിൽ അനന്തപുരിക്കാർ ഇന്ന് നിങ്ങളെ രാജകുമാരിയെ പോലെ കൊണ്ടു നടന്നതന്നെ. പക്ഷേ അന്യൻ്റെ വീടായിട്ടും നിങ്ങൾ ആ വീട്ടിൽ കയറി ചെയ്തു കൂട്ടിയതെല്ലാം സ്വന്തം ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും വലിയ ക്രൂരതകളാണ്. എല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തു കൂട്ടുന്നതൊന്നും ഞങ്ങൾ അറിയില്ല എന്ന് വിചാരിച്ചോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാനേ ഇനി അവിടെ നിന്നും എങ്ങോട്ടും പോവില്ല, മനസ്സിലായല്ലോ എന്നൊക്കെ പറയാ. നീ എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ വലിയ ഭാഗ്യം ചെയ്തവളാണോ? അല്ലല്ലോ, നീയും ഓരോന്നൊക്കെ കള്ളം പറഞ്ഞല്ലേ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്. നിങ്ങളുടെ വീടോ? ഏത് വകയിൽ? ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നിങ്ങളുടെ മോൻ എന്നെ അന്തസ്സായിട്ട് പ്രേമിച്ച് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞ് കയറി വന്നതാണെങ്കിലും എനിക്ക് ആ കുടുംബത്തിൽ അധികാരവും അവകാശവും ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആ കുടുംബത്തിൽ വല്ല അധികാരമുണ്ടോ? ഇല്ലല്ലോ. എനിക്കുള്ള അധികാരം പോലും നിങ്ങൾക്കില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്ന നിങ്ങൾക്ക് നല്ലത്. അമർത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ മുത്തശ്ശനെ വിളിക്കണോ എന്നും നവ്യ ചോദിക്കുക. അമർത്തി തരാം, എന്നാൽ നിങ്ങളുടെ പരാതി ഞാൻ തീർത്തരാം. എന്തായാലും ഇവിടെ വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയതല്ലേ, അത് ഞാൻ കഴിക്കാം, ഇങ്ങതാ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ണിയപ്പം മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ജലജ കാലമർത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് അഭി വരുന്നത്. അഭി വന്നതും
അബിയെ കണ്ടില്ല ജലജ. അപ്പോൾ അബി സോറി നവ്യയെ നോക്കി ജലജ, എന്നാലും നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നുണ്ടല്ലോ, ഇതിനൊക്കെയുള്ള പകരം ഞാൻ നിന്നോട് വീട്ടുപടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അബിയാണെങ്കിൽ എൻ്റെ അമ്മയെ കൊണ്ട് അവൾ കാല് പിടിപ്പിക്കുക. കഷ്ടകാലം, അല്ലാതെ ഇപ്പം എന്ത് പറയാനാ, എൻ്റെ അമ്മയെ ഒന്ന് രക്ഷിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അബി അങ്ങോട്ട് ചെല്ലുക. അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവ കുണ്ണിയപ്പം തിന്നാൻ തോന്നണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. അതിനെന്തിനാ നീ അമ്മയെ വിളിച്ചത് നവ്യേ? നിനക്ക് ഇവിടുത്തെ അമ്മയോട് പറഞ്ഞാൽ പോരായിരുന്നോ? എനിക്ക് അബിയുടെ അമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അബിയുടെ അമ്മയെ വിളിച്ചത്. ഓ അങ്ങനെയാണോ? എന്നാൽ പിന്നെ അമ്മ ഭാഗ്യം ചെയ്ത ആളാ. കാരണം അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടപ്പെട്ടു എന്ന് ആദ്യമായിട്ടല്ലേ അമ്മ ഒരാൾ പറയുന്നേ. അതുകൊണ്ട് അമ്മ ഇടയ്ക്കേക്ക് ഇവിടെ വരുന്നതും നവ്യയെ കാണുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ എൻ്റെ കുഞ്ഞിനും നല്ലതാ അമ്മേ എന്നൊക്കെ പറയാ. ഓ അതിന് നീ വരുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ കൂടെ വരുന്നേ? അമ്മേ എന്തായാലും അതൊന്നും വേണ്ട. ഇനി വാശിയും ദേഷ്യമൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ കുഞ്ഞിനും ഇവൾക്കും വേണ്ടി നമുക്ക് ജീവിക്കാം, അതല്ലേ വേണ്ടത്. ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കണം അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കും അബി. ഈ സമയമാണെങ്കിൽ നവ്യയോട്, മോളെ നമുക്കൊന്ന് പുറത്തു പോയാലോ? നമുക്ക് പുറത്തു പോകാൻ വേണ്ടിയാണ് നിന്നെ വിളിക്കാൻ വന്നത്. ശരി അബി, എന്നാൽ ഞാൻ റെഡിയാകാം. അമ്മേ ഞാൻ റെഡിയായിട്ട് അബിയുടെ കൂടെ പോയിട്ട് വരാം. ഇവിടുത്തെ ബാത്റൂമും ടൈൽസൊക്കെ വൃത്തികേടായി കിടക്കുക, അമ്മ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയരേ. നീ ഇതൊന്നും കേൾക്കുന്നില്ലേടാ, എന്നോട് ഇതൊക്കെ വൃത്തിയാക്കാൻ പറയുന്നത്? അമ്മേ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാനും അത് വൃത്തിയാക്കി കൊടുത്തായിരുന്നു. ഭയങ്കരമായിട്ട് വഴുക്കലുണ്ട്, ചിലപ്പോൾ അതിൽ കാല് വെച്ചാൽ തലയടിച്ച് വീണ് കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കും അവക്കും, അതുകൊണ്ട് അമ്മ അതൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തേരെ, അതിന് കുഴപ്പമൊന്നുമില്ല എന്നും അബി പറയാ. ഓ നീയും ഇപ്പം പെൺകോന്തനായല്ലേ, ഇവളുടെ സാരിത്തുമ്പിൽ പിടിച്ച് നടക്കാൻ നിനക്ക് നാണമില്ലേ അബി? എന്തിനാ നാണിക്കുന്നേ? ഇവളെൻ്റെ ഭാര്യയല്ലേ, സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നതും അവളുടെ സാരിത്തുമ്പിൽ പിടിക്കുന്നതും ഒന്നും ഒരു തെറ്റല്ലമ്മേ, അതൊരു നാണക്കേടുമല്ല എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ പറയാ. കേട്ടല്ലോ, എന്നാൽ പിന്നെ എല്ലാം വൃത്തിയാക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി നവി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് കനകയാ. ഗോവിന്ദേട്ടാ എന്നാ കഴിക്കേ, നല്ല ഉണ്ണിയപ്പമാണല്ലോ കനകെ, നല്ല ടേസ്റ്റുണ്ട് എന്നും പറയാ. അവർക്ക് ഉണ്ടാക്കാനൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷെ ഒരു പണിയും ചെയ്യാതെ അനന്തപുരിയിൽ എല്ലാവരുടെയും മനസ്സിൽ എരിപിരി കയറ്റിക്കൊണ്ട് നടക്കുക. ഏഷണി പറഞ്ഞു എരിപിരി കയറ്റിയും അവരിങ്ങനെ സമയം ചെലവഴിക്കും, അല്ലാതെ ഒരു പാചകവും പണിയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് നവ്യ വേണമെന്ന് വെച്ച് ഇങ്ങോട്ട് വിളിപ്പിച്ചതൊക്കെ ഉണ്ടാക്കിച്ചത്. എന്നിട്ട് നവ്യ കഴിച്ചുമില്ല. അത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ കനകെ. മോളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവരിങ്ങോട്ട് വിളിച്ചത്. അഭിമോനും വന്നിട്ടുണ്ടല്ലോ, ഇനി അമ്മയും മകനും ഇരുന്ന് കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ജലജയും നവ്യയും അബി അങ്ങോട്ട് വരിക. മോളെന്തെടുക്കുക? എവിടെ പോവുക? ഞാനും അബിയും കൂടെ ഒന്ന് പുറത്തു പോകാമേ. ആണോ? പുറത്തു പോയിട്ട് ഉണ്ണിയപ്പം കഴിച്ചോ? ഇല്ലമ്മേ, അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്ക് കഴിക്കാനുള്ള മൂഡ് പോയി. പിന്നെ ഒരെണ്ണം കഴിച്ചു, കഷ്ടിച്ചാണ് കഴിച്ചത്, അതുകൊണ്ട് വയറ് നിറഞ്ഞു. നല്ല ഉണ്ണിയപ്പാണല്ലോ ജലജെ എന്നും ഗോവിന്ദൻ പറയാ. എന്നാൽ പിന്നെ നിങ്ങൾ കഴിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം നിങ്ങൾ കഴിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കിയതാ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മായൊന്നും ചേർത്തിട്ടില്ല, വിഷമൊന്നും ചേർക്കാതെ സത്യസന്ധമായ മനസ്സോടുകൂടെ ഉണ്ടാക്കിയതാ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മ. പോയിട്ട് വാ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യയെ അബിയെ യാത്രയാക്കവർ. അതിനുശേഷം അവർ രണ്ടും പോയതും ഇനി ഞാനും പോവുക. അല്ല, എങ്ങോട്ട് പോകുന്നു? ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുക്കള മുഴുവനും നീ വൃത്തികേടാക്കിയിട്ടില്ല ജലജെ, അതുകൊണ്ട് അതൊക്കെ വൃത്തിയാക്കിയിട്ട് നീ പോയാൽ മതി. എന്താ നീ പറഞ്ഞത്? അടുക്കള വൃത്തിയാക്കാനോ? അതെ, എന്താ നിന്റെ വീട്ടിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ നീ അടുക്കള വൃത്തിയാക്കി ഇടാറില്ലേ? പോയി വൃത്തിയാക്കുക. ഇപ്പം തന്നെ നിന്റെ മകളുടെ കാലമർത്തി എൻ്റെ കൈ കഴിച്ചു. അപ്പം എൻ്റെ മോളുടെ കാലൊക്കെ നീ അമർത്തി കൊടുത്തോ? നന്നായി ജലജെ, നീ എന്തായാലും നന്നാവും. എൻ്റെ മോളെ നീ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ. സ്നേഹമുള്ളതുകൊണ്ടൊന്നുമല്ല, അവൾ ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നത്. ഇപ്പം തന്നെ അവൾ പോയപ്പോൾ അവളുടെ ബാത്റൂമും മറ്റും കഴുകിയിടാനും പറഞ്ഞു. എന്നെയൊന്നും കിട്ടില്ല അതിന്, ഇനി ഞാൻ ഇങ്ങോട്ട് വരത്തുമില്ല. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ വരുത്താനുള്ള എന്തൊക്കെയോ ഒരു കാര്യം അവളുടെ മൊബൈലിൽ ഉണ്ടെന്ന് അവൾ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാം എന്നും കനക പറയുക. അത് കേട്ടതും വല്ലാത്തൊരു കഷ്ടമാണല്ലോ, എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും കൂടി ശ്വാസം മുട്ടിക്കുവാണോ? അല്ല ജലജെ, നീ നന്നായ നിന്നെ ആരും ശ്വാസം മുട്ടിക്കില്ല, നീ നല്ലവളാക്, അപ്പം പിന്നെ ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഞാൻ എങ്ങനെയൊക്കെ തന്നെയാ, എന്നപ്പോൾ അടുക്കള വൃത്തിയാക്ക് എന്നും പറഞ്ഞുകൊണ്ട് ജലജ അടുക്കളയിലേക്ക് പോവുക. ഈ സമയം ഗോവിന്ദ്, എന്തിനാ കനകയെ വെറുതെ ആ പാവത്തിന് ഇങ്ങനെ ഇട്ട്? പാവോ ഇവരോ? സമ്മതിച്ചു തന്നെ എൻ്റെ ഗോവിന്ദേട്ടാ, നമ്മുടെ മോളെയും നമ്മുടെ രണ്ട് മക്കളെയും പിന്നെ അനന്തപുരിയിലുള്ളവരെയും എന്തുമാത്രം ഇവൾ വിഷമിപ്പിക്കുന്നുണ്ടെന്നറിയാമോ? ഇവൾ മാത്രമല്ല, ഇവളുടെ കൂടെ നിന്ന് അനിയുടെ അമ്മയും
അനിയുടെ ഭാര്യയും ഒക്കെ ഉണ്ട്. എല്ലാത്തിനുള്ള തിരിച്ചടിയാണ് ഇവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതുപോലുള്ള വീഡിയോസുകൾ നമ്മുടെ മോളുടെ കയ്യിലിരിക്കുന്നത് നന്നായി. നമ്മുടെ മോളുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പാലിനകത്ത് വിഷം കലർത്തിയവളാ. ഭാഗ്യം കൊണ്ട് അതെടുത്ത് ആദർശ് മോൻ്റെ അമ്മ കുടിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മോളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ആദർശ് മോൻ്റെ അമ്മ പിടയുന്നത് പോലെ അവൾ പിടയുമായിരുന്നു. അല്ലെങ്കിൽ അവൾ ഈ രോഗത്ത് തന്നെ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക വിഷമിച്ച് അടുക്കളയിലേക്ക് പോവുക. ഈ സമയം ജലജയാണ് കാണിക്കുന്നത്. ജലജ അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കുക. വല്ല ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ബാത്റൂമും റൂമും കാലും ഒക്കെ അമർത്തിച്ച് അടുക്കളയൊക്കെ കഴിയിച്ച് ഇതൊക്കെ വല്ലാത്തൊരു കഷ്ടമാണ്, ഒരു ഇടത്ത് നടക്കാത്ത കാര്യമാണ് എന്നൊക്കെ പറയാണ്. അത് കേട്ടതും ആര് പറഞ്ഞു ജലജയെ, ഇതൊക്കെ നടക്കും. നല്ല അന്തസ്സായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, സ്നേഹത്തോടെയും സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യം ഇതൊക്കെ. നീ അതിനിങ്ങനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നീ എൻ്റെ മോളുടെ കാലമർത്തി കൊടുത്തതും അവൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തതൊക്കെ അവളുടെ മനസ്സിലുണ്ടാവും. അവൾക്ക് ഇതിൻ്റെ പേരിൽ നിന്നോട് ഇഷ്ടം ഒരുപാടുണ്ടാവും. പിന്നെ അവളുടെ ഇഷ്ടം കിട്ടിയിട്ട് വേണം എനിക്ക് വല്ലതൊക്കെ നേടിയെടുക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ തുടങ്ങുമ്പോൾ പാത്രം താഴെ വീഴുക. അയ്യോ, എൻ്റെ പാത്രം പൊട്ടിച്ചു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് പണിയെടുക്കണം, അല്ലാതെ ഇങ്ങനെ ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ പൊട്ടിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞുകൊണ്ട് കനക ചൂടാവുക. നീ ചൂടാവുമൊന്നും വേണ്ട കനകെ, അതറിയാതെ താഴെ വീണതാ എന്നും പറഞ്ഞ് ജലജ തുടച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന പാർക്കിലാണ്. അബിയും നവ്യയും കൂടെ പാർക്കിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും എനിക്ക് സന്തോഷമായടാ അബി, നിൻ്റെ ഈ സ്നേഹം ആത്മാർത്ഥമാണല്ലോ അല്ലേ. എന്നാ പിന്നെ ഇനി ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നില്ല, നിന്നെ കാണുന്നുമില്ല, ഇതുപോലെ നിന്നെ എവിടെയും കൊണ്ടുപോകുന്നുമില്ല. അബി, എനിക്ക് പേടിയാടാ, നിൻ്റെ ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. നീ എന്നെ വിട്ടു പോയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ലടാ. നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഏതോ സ്വർഗത്തിലാണ്. ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാടാ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുന്നേ. ഞാൻ മാറി നവ്യേ, നമ്മുടെ കുഞ്ഞ് ജനിക്കാൻ പോവുമല്ലേ, ഇനി ഞാൻ മാറി ചിന്തിച്ചൊക്കെയല്ലേ പറ്റൂ. ദേ എന്തായാലും പോകുന്ന വഴി ഹോട്ടലിൽ കയറി നല്ല ഫുഡ് കഴിക്കാം. ഏയ് വേണ്ടടാ, ഇനി ആരോഗ്യമില്ലാത്ത ഫുഡൊന്നും എനിക്ക് വേണ്ട. ഓഹോ, അങ്ങനെ മാറിയോ? പിന്നെ മാറാതിരിക്കോ? എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? നമ്മുടെ കുഞ്ഞാ, നല്ല ആരോഗ്യത്തോടെ അത് വളരണം. അതിനു വേണ്ടി ഏതറ്റം വരെ വേണേലും ഞാൻ പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ, എന്നാൽ ഞാനും മാറും, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാനും ഒരുപാട് മാറിന്നേ. ഈ സമയം ആ വഴി ഓട്ടോറിക്ഷയിൽ അനഘ വരിക. അനഘ ഓട്ടോറിക്ഷയിൽ വന്നതും ആ കാഴ്ച കണ്ട് അനഘ, ചേട്ടാ ഒന്ന് വണ്ടി നിർത്തിയേ എന്നും പറയുക. അപ്പോൾ അയാൾ വണ്ടി നിർത്തുകയാണ്. വണ്ടി നിർത്തിയപ്പോൾ നവ്യയും ചേർത്ത് പിടിച്ചുകൊണ്ട് കൊഞ്ചിയും കുഴഞ്ഞ് സംസാരിച്ച് വരുന്ന അബിയെ അനഘ കാണുകയാണ്. ഈശ്വര, ഇവനിപ്പോഴും പഴയ സ്വഭാവം നിർത്തിയിട്ടില്ലല്ലോ, എന്നിട്ട് ഇവൻ പറഞ്ഞത് അതൊക്കെ നിർത്തിയതാണെന്നാണല്ലോ. ദൈവമേ, ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണല്ലോ. ഇനി അത് ഇവൻ്റെ കുഞ്ഞാണോ? എന്നെപ്പോലെ ആ കുട്ടിയും പറ്റിക്കപ്പെട്ടോ? ഇല്ലെങ്കിൽ ഇതവൻ്റെ ഭാര്യയാണോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ. ആ പെൺകുട്ടി ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവളെ പിന്മാറ്റണം എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അനഘയ്ക്ക് തല ഇറങ്ങി എല്ലാം രണ്ടായിട്ട് കാണാൻ തുടങ്ങി. അനഘ പേടിച്ചു. ചേട്ടാ ഒന്ന് പെട്ടെന്ന് വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിടാമോ? ശരി മാഡം, എന്നാൽ കയറിക്കോ എന്നും പറഞ്ഞുകൊണ്ട് കയറിയിരിക്കാൻ പറയാം. അങ്ങനെ അനഘ കയറി ഓട്ടോറിക്ഷയിലിരുന്ന് റിലാക്സായി പോയിക്കൊണ്ടിരിക്കുക. ഈ സമയം നവ്യ അബിയോട്, അബി ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വരുമോ? പ്രസവം എടുക്കാറായി, അതുവരെ വരാം. അത് കഴിഞ്ഞാൽ പിന്നെ 3 മാസം എവിടെയും പോകാൻ പറ്റില്ലല്ലോ. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരെ. ഈ സമയം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. എക്സ്റേ ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുക ഡോക്ടർ. എന്താ ഡോക്ടറെ, സമയം അടുത്തുമില്ലേ? ഇല്ലെങ്കിൽ സമയം കഴിഞ്ഞു അനഘേ, ഇനി സമയമില്ല എന്ന് തന്നെ പറയാം. എന്താ ഡോക്ടറെ, ദൈവങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നേ? മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല, എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഡോക്ടറെ. എൻ്റെ മോളെ എനിക്ക് അത്ര കൊതി തീർന്നിട്ടില്ല സ്നേഹിച്ച് പോയാൽ എനിക്കിനി ആരുണ്ട് ഡോക്ടറെ? എൻ്റെ മോളെ എനിക്ക് കാണാൻ പറ്റുമോ ഡോക്ടറെ എന്നൊക്കെ ചോദിച്ച് കരയുക. എന്തിനാണെങ്കിൽ വിഷമിക്കുന്നേ? കുഞ്ഞിനെ നോക്കാൻ നമുക്ക് നല്ലൊരു സ്ഥലം കണ്ടെത്താം, അവിടെ നമുക്ക് കുഞ്ഞിനെ ചേർത്താം. വേണ്ട ഡോക്ടറെ, അങ്ങനെ വേണ്ട. കുഞ്ഞിൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, ആ അച്ഛൻ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോകണം. പക്ഷേ ഇനി അത് വൈകിക്കാൻ പറ്റില്ല. കുഞ്ഞിനെ അച്ഛൻ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ നിർത്തുന്നത് എനിക്കെൻ്റെ 2 കണ്ണുകൾ കൊണ്ട് കണ്ട് മനസ്സിൽ സന്തോഷം നിറയ്ക്കണം. അതിനുശേഷം കണ്ണടഞ്ഞാലും എനിക്ക് ഒരു പേടിയില്ല. പിന്നെ എനിക്കെൻ്റെ മോളുടെ കാര്യം ഓർത്ത് മാത്രം ഒരു ടെൻഷനേ ഉള്ളൂ. അനഘ പേടിക്കണ്ട, അത്ര പെട്ടെന്നൊന്നും സംഭവിക്കില്ല. ഒരു 2 ദിവസമെങ്കിലും എനിക്ക് വേണ്ടി ദൈവം തരുമോ ഡോക്ടറെ? ഒന്നും പറയാൻ പറ്റില്ല അനഘെ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. നമുക്ക് എന്ത് പറയാൻ പറ്റും? വിധിയെ തടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പരമാവധി താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ ചെയ്തു.
പിന്നെ ഇനിയൊന്നും നടക്കില്ല, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാനകെ എന്നും പറയാം. ഈശ്വര, എൻ്റെ മോളുടെ ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് ചിന്തയിലുള്ളൂ. അവളെ സുരക്ഷിതയാക്കിയിട്ട് മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല ഡോക്ടറെ. എനിക്ക് പേടിയാണ് ഡോക്ടറെ, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഇല്ല അനകെ, പേടിക്കണ്ട. എന്നാൽ ഞാൻ വീട്ടിലേക്ക് പോട്ടെ ഡോക്ടറെ. ഞാനൊരു വണ്ടി ഏർപ്പാടാക്കി തരാം, അതിൽ കയറി പോയിക്കോ. ഡോക്ടറിൻ്റെ ഈ സഹായത്തിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. വളരെ കുറച്ച് ദിവസം കൊണ്ട് ഡോക്ടർ എന്നെ ഒരുപാട് നന്നായിട്ട് കെയർ ചെയ്തു, നന്നായിട്ട് സ്നേഹിച്ചു. സ്വന്തം മകളെ പോലെ എന്നെ നോക്കി. എനിക്ക് ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഡോക്ടറോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഒരേ ഒരു കഷ്ടം മാത്രമേ ഉള്ളൂ, എൻ്റെ മകൾക്ക് ആരുമില്ലല്ലോ എന്നുള്ള കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് അനക കരയുവാണ്. അങ്ങനെ ആ കുഞ്ഞുവാവയാണ് കാണിക്കുന്നത്. കുഞ്ഞുവാവയല്ല കേട്ടോ, ഒരു 2-2.5 വയസ്സുള്ളൊരു പെങ്കൊച്ച്. ആ പെങ്കൊച്ചിനെ കാണിക്കുന്നത്. ആ കുട്ടി ഇങ്ങനെ ഓടി വരികയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അതേ പ്രേക്ഷകരെ, തലങ്ങും വിലങ്ങും ഇനി അബിക്ക് അപ്പുറവും ഇപ്പുറവും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അനഘയുടെ മരണവും ആ കുട്ടിയുടെ, അതായത് ചന്തുമോളുടെ വരവും നവ്യയുടെ പ്രസവവും എല്ലാം കൂടെ അബിക്ക് ഇനി ഇടിവെട്ട് തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.